Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് റേഡിയേഷൻ റിസ്ക് വരെ അല്ലേ പറഞ്ഞു നിർത്തിയത്. റേഡിയേഷൻ റിസ്കുകള് സിവിയർ എഫക്ട്സും പറഞ്ഞു, ക്രോണിക് എഫക്ട്സും പറഞ്ഞു അല്ലെ. ലാസ്റ്റ് അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെഗുലേറ്ററി ബോഡി. റെഗുലേറ്ററി ബോഡി, ദ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. അവിടെ എക്സ്പാൻഡഡ് ഫോം എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. എക്സ്പാൻഡ് AERB. എക്സ്പാൻഡഡ് ഫോം എന്താ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. Outlined by the central government, is the provision authority as the regulatory board for granting, renewal, withdrawal and revocation consents for nuclear and radiation facilities. ഇവിടെ നോക്കിയേ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള ഓക്കെ. അപ്പൊ നോക്കിയേ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള റിന്യൂവല്. സൗണ്ട് കുറവാണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. കേൾക്കാം. ഓക്കെ ഓക്കെ. ഇപ്പോ ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള റിന്യൂവല്, ഗ്രാന്റിങ്, വിത്ഡ്രോവൽ ആൻഡ് റീവൊക്കേഷൻ എന്ന് പറഞ്ഞ അസാധുവാക്കൽ, അത് ക്യാൻസൽ ചെയ്യല്, അസാധുവാക്കൽ സമ്മതം, കോൺസെൻസ്, റീവൊക്കേഷൻ കോൺസ്റ്റൻസ്, അസാധുവാക്കൽ സമ്മതം, ഇതൊക്കെ എന്നിവ നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ AERB സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റി ആണെന്ന് പറഞ്ഞേക്കുന്നത്. AERB എന്ന് പറഞ്ഞാൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. എന്താ പറഞ്ഞേക്കുന്നത്? ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള റിന്യൂവൽ, അതെന്തെങ്കിലും റിന്യൂ ചെയ്യുന്നതിനോ പുതുക്കുന്നതിനോ, എന്തെങ്കിലും ഗ്രാന്റിങ്, എന്തെങ്കിലും പുതിയതായിട്ട് കാര്യങ്ങൾ ഗ്രാന്റ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതിനോ, റിവൊക്കേഷൻ, അത് അസാധുവാക്കുന്ന, ക്യാൻസൽ ചെയ്യുന്നതിനോ ഒക്കെ എന്നിവയ്ക്കുള്ള സമ്മതം നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ AERB അതിന് പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റി ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്, റെഗുലേറ്ററി ബോർഡ്. അപ്പൊ അതിൽ നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ഏരിയ ആണ്. ഈ ഡയഗ്നോസ്റ്റിക് ഏരിയ എന്തൊക്കെ കാര്യങ്ങളാണ് റേഡിയോളജിയുടെ ഡയഗ്നോസ്റ്റിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക, ഒറ്റപ്പെട്ട് നിർത്തുക, സെക്ലൂഡഡ്. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. റേഡിയോളജി റൂം എങ്ങനെയായിരിക്കണം? ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം. ദാറ്റ് പീപ്പിൾ കനോട്ട് കം 1 meter of its outside wall. പുറം ഭിത്തിയിൽ നിന്നും 1 meter ഒരു ഡിസ്റ്റൻസ് വേണം. ആ ഒരു ഇതില് ആളുകൾക്ക് അങ്ങോട്ട് നേരെ ഡയറക്റ്റ് റേഡിയോളജിയിലേക്ക്, ആ റൂമിലേക്ക് കയറാതെ പുറം ഭിത്തിയിൽ നിന്നും 1 meter ഒരു ഡിസ്റ്റൻസ് വേണമെന്നാ പറഞ്ഞേക്കുന്നത്. ദാറ്റ് പീപ്പിൾ കനോട്ട് കം 1 meter of its outside wall. പുറം ഭിത്തിയിൽ നിന്ന് 1 meter അവിടെ ഗ്യാപ്പ് വേണം. അത്രയും ആ ഒരു ഇതില് ആളുകൾക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല.
ഓക്കെ, ആളുകൾ അതിന്റെ പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ വരെ അവർക്ക് വരാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു 1 മീറ്റർ എന്നുള്ള ഒരു ഡിസ്റ്റൻസ് അവിടെ വേണം. അതൊരു ഒറ്റപ്പെട്ട് നിർത്തണം. എല്ലാവരും പെട്ടെന്ന് ഓടിക്കയറാതെ അവിടെ 1 മീറ്റർ എങ്കിലും പുറം ഭിത്തിയിൽ നിന്ന് ആ ഗ്യാപ്പ് വേണം എന്നാ പറഞ്ഞേക്കുന്നത്. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് ദാറ്റ് പീപ്പിൾ cannot come 1 meter of its outside wall. രണ്ടാമത്തെ നോക്കി, ദ വിൻഡോസ് ആർ അവോയ്ഡഡ്. അവിടെ റേഡിയോളജി റൂമില് വിൻഡോസ് ഒക്കെ ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യണം. ടു ലെസൺ എന്ന് പറഞ്ഞ എന്താ? റെഡ്യൂസ്, കുറയ്ക്കുക. ലെസൺ ദ പെൻട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് ആ ജനലിൽ കൂടെ റേഡിയേഷൻ പെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ പുറത്തേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടി, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് ഒഴിവാക്കണം. അപ്പൊ ഡയഗ്നോസ്റ്റിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്ത് വേണം? റേഡിയോളജി റൂംസിലൊക്കെ വിൻഡോസ് ഒഴിവാക്കണം. എന്തുകൊണ്ടാ? വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ റേഡിയേഷൻസ് ചെയ്യുമ്പോൾ ആ റേഡിയേഷൻ വിൻഡോയിൽ കൂടെയൊക്കെ പുറത്തേക്ക് പെൻട്രേറ്റ് ചെയ്ത് പോകാം. അപ്പൊ അതിൽ കൂടെ പോകുന്ന ആളുകളുടെയൊക്കെ മേത്ത് റേഡിയേഷൻസ് വന്നാൽ അത് അപകടമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, പെൻട്രേറ്റ് ചെയ്യുന്ന പുറത്തേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വിൻഡോസ് ഒഴിവാക്കണം. The windows are avoided to lessen the penetration of radiation in the nearby area. Next നോക്കി, all walls and doors to be painted washable paints of good quality. എപ്പോഴും അവിടെ റേഡിയേഷൻസ് ഒക്കെ നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പെയിന്റ് ഒക്കെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സും കൊണ്ട് വാൾസും ഡോർസും ഒക്കെ പെയിന്റ് ചെയ്യണം. All walls and doors to be painted washable paints of good quality. നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സും കൊണ്ട് ഡോറും വാൾസുകളും ഒക്കെ എന്ത് ചെയ്യണം? പെയിന്റ് ചെയ്യണം. നെക്സ്റ്റ്, as per to BARC. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എക്സ്പാൻഡഡ് ഫോം BARC. As per to BARC, Mumbai, the walls of radiology room should be 9 inches thick. 9 ഇഞ്ച് തിക്ക് ആയിരിക്കണം റേഡിയോളജി റൂമിന്റെ വാൾസ് എന്ന് പറയുന്നത്. മുംബൈയില് റേഡിയോളജി റൂംസിന്റെ വാൾസുകള് 9 ഇഞ്ച് തിക്ക് ആയിരിക്കണം. തിക്ക് കോൺക്രീറ്റ് വാൾസ് or 14 inches thick masonry walls. അവിടെ BRI എന്നുള്ളത് വെട്ടിക്കളഞ്ഞത് കേട്ടോ, അത് വേണ്ട. 14 inches thick masonry walls. അപ്പൊ BARC അനുസരിച്ചിട്ട് മുംബൈയില് റേഡിയോളജി റൂംസിന്റെ വാൾസ് 9 ഇഞ്ച് തിക്ക് കോൺക്രീറ്റ് വാളാണ്. അതുപോലെ തന്നെ 14 ഇഞ്ച് തിക്ക് മേസണറി വാൾസ്. മേസണറി വാൾസ് എന്ന് പറഞ്ഞാൽ കൽഭിത്തികള്, കല്ലുകൊണ്ട് പണിത ഭിത്തികള്, അതിന് 14 ഇഞ്ച് തിക്കും വേണം. അത്രയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ. മുംബൈ, the walls of radiology room should be 9 inches thick concrete walls or 14 inches thick masonry walls. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് പോയിന്റ്, കീപ് മിനിമം ഫർണിച്ചർ. ഫർണിച്ചർ വളരെ കുറച്ച് മതി, ഒരുപാട് ഫർണിച്ചർ ഒന്നും വേണ്ട. അത്യാവശ്യത്തിനുള്ള മിനിമം ഫർണിച്ചർ കീപ്പ് ചെയ്യണം. കുറച്ച് ഫർണിച്ചർ അത്യാവശ്യത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ലിമിറ്റഡ് ആയിരിക്കണം ഇവിടെയൊക്കെ എടുക്കുന്ന ഫർണിച്ചർ. നിറച്ച് ഫർണിച്ചർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കീപ്പ് മിനിമം ഫർണിച്ചർ. നെക്സ്റ്റ്, പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ്. അടുത്ത വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, വായു സഞ്ചാര മാർഗം. നമ്മൾ പറഞ്ഞു ജനല് അവിടെ വിൻഡോസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഈ റേഡിയേഷൻ ഒക്കെ പുറത്തേക്ക് ജനലിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇതിനകത്ത് എയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അതിന് പകരമായിട്ട് ജനലില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, വായു സഞ്ചാര മാർഗം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുക.
നെക്സ്റ്റ്, ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ. എക്സ്റേ മെഷീൻ എവിടെ വെക്കണം എന്നാ പറഞ്ഞേക്കുന്ന? കോർണറിൽ, ഏതെങ്കിലും ഒരു മൂലയില് ഒതുക്കി വെക്കണം. സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. അവിടെ ആവശ്യത്തിന് അവിടെ മൂവ് ചെയ്യാനുള്ള സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മെഷീൻ, ഈ എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ് മെഷീൻസ്, അതൊക്കെ നല്ല വെയിറ്റ് ഉള്ള ഹെവി മെഷീനാണ്. അപ്പൊ ആ മെഷീൻസ് ഒക്കെ കുറെ സ്ഥലവും വേണം, വലിയ മെഷീൻസ് അല്ലേ. അപ്പൊ അത് നടുക്ക് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള സ്ഥലമൊന്നും കിട്ടില്ല നടക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് അത് ഒതുക്കി ഒരു മൂലയിലേക്ക് വയ്ക്കണം. ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. അപ്പൊ അവിടെ നമുക്ക് ആവശ്യത്തിന് മൂവിംഗ് സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കോർണറിൽ വെക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫ്ലോറിംഗ് ആണ്. ദ ഫ്ലോറിംഗ് ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് ഹെവി മെഷീൻസ്, particularly if the lab is built on top floors. The flooring should be able to support a load of heavy machines. അപ്പൊ ഈ സ്കാനേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ആണ്, നല്ല വെയിറ്റ് ഉള്ള മെഷീൻസ് ആണ്. അപ്പൊ അത് മെഷീൻസ് വെക്കുമ്പോൾ ഉറപ്പിന് വേണ്ടിയിട്ട് ഫ്ലോറിങ്ങും ആ മെഷീൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിങ് എങ്ങനെയായിരിക്കണം? നല്ല നല്ല കട്ടിയിലുള്ള, നല്ല പെട്ടെന്ന് പോകാത്ത രീതിയിലുള്ള ഫ്ലോർ വേണം അവിടെ. The flooring should be able to support, ഈ മെഷീൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ നല്ല ബലത്തിലായിരിക്കണം ഫ്ലോറിങ്. ആൻഡ് particularly if the lab is built on top floor. പ്രത്യേകിച്ച് ലാബ് ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും എന്താ പറഞ്ഞേക്കുന്നത്, ആ മെഷീൻസിനെയൊക്കെ, ഇത്രയും ഹെവി മെഷീൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ആയിരിക്കണം ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകൾ ഇപ്പോൾ തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റേഡിയോളജി റൂം എപ്പോഴും ഒറ്റപ്പെട്ട് നിർത്തണം. അവിടെ ആളുകൾക്ക് നേരെ ഓടിച്ചെന്ന് കയറാതെ 1 മീറ്റർ അവിടെ എന്താ ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കണം. ആ ഒരു ഇതിലേക്ക് ആളുകൾക്ക് പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ വരെയും ആളുകൾക്ക് അവിടെ വരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ ഒറ്റപ്പെട്ട് നിർത്തണം അവിടെ. പിന്നെ അവിടെ വിൻഡോസ്, രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു വിൻഡോസ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്തിനാ? ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ റേഡിയേഷൻസ് വിൻഡോയിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാതിരിക്കാൻ, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഈ റേഡിയോളജി റൂംസിന്റെ വാൾസുകൾ നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സ് കൊണ്ട് വാൾസും ഡോസും പെയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് VRC, മുംബൈയിലെ റേഡിയോളജി റൂംസിന്റെ വാള് 9 ഇഞ്ച് തിക്കില് കോൺക്രീറ്റ് വാളുകളും 14 ഇഞ്ച് തിക്കില് മേസണറി വാൾസുകളും ആണ് എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഫർണിച്ചർ, മിനിമം ഫർണിച്ചർ കീപ്പ് ചെയ്യണം. വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഈ എക്സ്റേ മെഷീൻ ഒരു കോർണറിൽ ഒതുക്കി വെക്കണം. അപ്പൊ ആവശ്യത്തിന് നമുക്ക് മൂവിംഗ് സ്പേസ് കിട്ടാവുന്ന രീതിയിൽ ഒരു കോർണറിലേക്ക് ഒതുക്കി വെക്കണം. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഫ്ലോറിംഗ് ആണ്. ഇത്രയും ഹെവി മെഷീൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിങ്ങും അതുപോലെ നല്ല ബലം ഉള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ലാബ് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ. ഓക്കെ, ഇതിലത് ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ നോക്കി, ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ നോക്കിയ ഡയഗ്നോസ്റ്റിക് ഏരിയയില്. ഫ്യൂം ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ വെന്റിലേഷൻ കൊടുക്കാൻ പറ്റുന്ന നമ്മള് ഈ എക്സോസ് ഫാൻ ഒക്കെ ഇങ്ങനെ വെക്കൂലേ, വെച്ചാൽ അവിടേക്ക് അതിന്റെ വിൻഡോസ് ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് വായു സഞ്ചാര മാർഗം കൊടുക്കാനുള്ള ഇതാണ്. എയർഫോൾസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ വായു സഞ്ചാര മാർഗം പ്രൊവൈഡ് ചെയ്യണം, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് അതെന്താ പറഞ്ഞേക്കുന്നേ? BRC, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അവിടെ മുംബൈയിലെ BRCയുടെ വാൾസ് എങ്ങനെയാ? റേഡിയോളജി റൂമിന്റെ വാൾസ് എന്ന് പറഞ്ഞാൽ 9 ഇഞ്ച് തിക്കില് കോൺക്രീറ്റ് വാളായിരിക്കും, അല്ലെങ്കിൽ 14 ഇഞ്ച് തിക്കില് മേസണറി കൽ ഫിറ്റിംഗ് കൊണ്ട് പണി കൊണ്ടുള്ള വാളായിരിക്കും. അതിന്റെ ആ തിക്നെസ് എടുത്ത് പറഞ്ഞതാണ്. എന്തിനാ? ഇത് പെനിട്രേറ്റ് ചെയ്ത് പോകാതെ അല്ലെങ്കിൽ നല്ല സുരക്ഷ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത്രയും തിക്കില് വേണം വാൾസ് എന്ന് പറഞ്ഞേക്കുന്നത്.
8ാമത്തെ പോയിന്റ് ആണ്. 8ാമത്തെ പോയിന്റ് എന്താണെന്നൊക്കെ ഫ്ലോറിംഗ് എങ്ങനെ വേണമെന്നാ പറഞ്ഞേക്കണേ. ഈ മെഷീൻസിനെയൊക്കെ, ഈ ഹെവി മെഷീൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിംഗ് നല്ല ബലമുള്ളതായിരിക്കണം, പ്രത്യേകിച്ച് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ. അപ്പൊ താഴെയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആണ്, എത്ര ലോഡ് ഇട്ടാലും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ടോപ്പ് ഫ്ലോറിലൊക്കെ ആകുമ്പോൾ എന്താ, ഇങ്ങനെയുള്ള മെഷീൻസിനെയൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ അത്രയും കട്ടി വേണം ആ തറയ്ക്കൊക്കെ. നല്ല ഫ്ലോറിങ് നല്ല ബലം ഉറപ്പൊക്കെ ഉള്ളതായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഓക്കെ ഓക്കെ ക്ലിയർ. ഇനി നെക്സ്റ്റ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിൽ ഒരു മറ്റൊരു പേരുണ്ട്. ഇസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഈസ് ഡിഫൈൻഡ് ബൈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം. എന്താണ് IAEA? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇത് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ എന്താ ഡിഫൈൻ ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കിയേ. ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇൻജുറിയസ് എഫക്ട്സ് എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ആൻഡ് ദ മീൻസ് ഫോർ അറ്റാച്ചിങ് ദിസ്. അപ്പൊ ഇതിനകത്ത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രൊട്ടക്ഷൻ ആണ്, ആളുകളുടെ സംരക്ഷണമാണ്. ഈ റേഡിയേഷൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ഒക്കെ അതിന്റെ എക്സ്പോഷറിൽ നിന്ന് അതിന്റെ ഫലങ്ങളിൽ നിന്നൊക്കെ ഈ ആളുകളെ അതിന്റെ റിസ്കുകൾ അതിൽ നിന്നൊക്കെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറഞ്ഞ ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താ പ്രധാനമായിട്ട് എന്താ പറയുന്നത്, ആളുകളുടെ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ. ഇതിൽ നിന്ന് ഈ റേഡിയേഷനിൽ നിന്നുള്ള ആളുകളുടെ സംരക്ഷണമാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അയണൈസിങ് റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലങ്ങളിൽ നിന്നുള്ള ഇഞ്ചുറി, അപകടങ്ങൾ അല്ലെങ്കിൽ പരിക്കുകളിൽ നിന്ന് ഉള്ള ആളുകളുടെ സംരക്ഷണവും അതുപോലെ തന്നെ അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുമാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് IAEA ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ. is defined by the International Atomic Energy Agency. എന്താ പറഞ്ഞേക്കുന്നത്? The protection of people from injurious effects of exposure to ionizing radiation. റേഡിയേഷൻ മൂലമുണ്ടാക്കുന്ന ആ എഫക്റ്റ്, ആ ഫലങ്ങളിൽ നിന്നുള്ള ആ പരിക്കുകളിൽ നിന്നൊക്കെ ഉള്ള ആളുകളുടെ സംരക്ഷണവും അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുമാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് റേഡിയേഷൻ പ്രൊട്ടക്ഷനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതാണ്? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏതാ ഒന്നുകൂടി പറയണ്ടേ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണോ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അത് ക്ലിയർ അല്ലേ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഇത് എന്താ പറഞ്ഞേക്കുന്നത്? ഈസ് ഡിഫൈൻഡ് ബൈ ഈ IAEA എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഈ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണ്? ഈ റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന്റെ ആ ഫലങ്ങളിൽ നിന്ന് നമുക്കുണ്ടാക്കുന്ന ആ പരിക്കുകൾ, അതിൽ നിന്നൊക്കെ എന്താണ് ആളുകൾക്ക് സംരക്ഷണം നേടാനും അത് ആളുകളുടെ സംരക്ഷണവും അതുപോലെ അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുമാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇൻജുറിയസ് എഫക്ട്സ് ഓഫ് എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ. അയണൈസിംഗ് റേഡിയേഷനുമായിട്ടുള്ള ആ നമ്മള് സമ്പർക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പരിക്കുകളും അതിൽ നിന്നുള്ള പരിക്കുകൾ അത് വരാതെ ആളുകളുടെ സംരക്ഷണവും അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുമാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഡെഫിനിഷൻ ആയിട്ടൊന്നും എക്സാമിൽ ചോദിക്കില്ല, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ അതിനകത്ത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേണമെങ്കിൽ ചോദിക്കാം, ഇറ്റ്സ് നോൺ ആസ് ഡാഷ്, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. അല്ലാതെ നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് കാണാതെ പഠിക്കേണ്ട, എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
നോക്കി, occupational radiation protection, medical radiation protection, public radiation protection. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേരുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ആ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ റേഡിയോളജി റൂമിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഇല്ലേ, അവിടുത്തെ സ്റ്റാഫ് ഇല്ലേ, അവർക്കുടെ പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. തൊഴിലാളികളെ, വർക്കേഴ്സിനെ അവരുടെ ജോലിയുമായി നേരിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, ഇപ്പൊ റേഡിയേഷനിൽ ചെയ്യുന്ന ആളുകളെ ഫുള്ള് എപ്പോഴും ആ റേഡിയേഷൻസുമായിട്ട് നേരെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എഫക്റ്റുകൾ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇഞ്ചുറി അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ വർക്കേഴ്സ്, അതാണ് മെയിൻ ആയിട്ട് നോക്കട്ടെ. വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ സർക്കംസ്റ്റാൻസസ്. ആ സാഹചര്യത്തില് ആ സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സംരക്ഷണമാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. where their exposure is directly connected with their work. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ നേരെ ആ എക്സ്പോഷർ ആയിട്ട് ആ റേഡിയേഷനുമായിട്ട് നേരെ കണക്ട് ചെയ്തേക്കാണ് അല്ലെ. റേഡിയേഷൻ ചെയ്യാന്ന് അവിടെ വർക്ക് ചെയ്യുന്നവര് ഫുൾ റേഡിയേഷൻസുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കുമല്ലോ. അവരൊരു അതാണ് അവർക്കുടെ ജോലി. അപ്പൊ ഇപ്പൊ ഇന്ന് ഇത്ര അവിടെ റേഡിയോളജിയില് ഇത്ര റേഡിയേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാം ഫുള്ള് അവർക്കുടെ ജോലി അതാ. അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, അവർക്കുടെ ജോലി അതാണ്. അപ്പൊ അവര് ഓരോ ഇങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ റേഡിയേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി സ്കാനുകൾ ചെയ്യുമ്പോൾ അറിയാം, വെറുതെ അവര് വരികയല്ല ചെയ്യുന്നത്. അവര് എന്താ പറയാ, അവരുടെ ഡ്രസ്സിന്റെ മുകളിൽ ഒരു ഗൗണൊക്കെ ധരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ മാസ്ക്, പിന്നെ അല്ലെങ്കിൽ ഗ്ലൗസ്, കണ്ണടകള്, ഗോഗിൾസ്, ഇതൊക്കെ അവർ ഉപയോഗിക്കും. എന്നുവെച്ചാൽ അവർക്ക് ആ റേഡിയേഷൻ അവരുടെ മേത്തായിട്ട് ഏക്കരുത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്. അങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്. ആർക്കുടെ പ്രൊട്ടക്ഷൻ ഉദ്ദേശിക്കുന്നത്? വർക്കേഴ്സ്, ആ സ്റ്റാഫ്, റേഡിയോളജി റൂമില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയേ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അത് നോക്കിയേ, വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഇതിപ്പോ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സ്കാനിങ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കാനിങ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ആ പേഷ്യന്റിന് എന്താ പറയാ, റേഡിയേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യണം. സ്കാനിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റേഡിയേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. നമ്മളിപ്പോ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയാ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പേഷ്യന്റ് ഭാഗം ഷീൽഡ് ചെയ്യണം, മറയ്ക്കണം. അപ്പൊ ആ ചെയ്യുന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗമൊക്കെ മറച്ചു വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞ എന്താ? ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. which is the protection of patient exposed to radiation as part of the diagnosis and treatment. രോഗനിർണയത്തിന്റെ, ചികിത്സയുടെ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ഈ റേഡിയേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ് ഇല്ലേ, അപ്പൊ അവരെ ആ റേഡിയേഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അടുത്തതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. ഈ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്, പൊതുജനത്തിന്റെയും അതുപോലെ പൊതുസമൂഹത്തിന്റെയും ഒക്കെ പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അതിനകത്ത് നമുക്കിപ്പോ ഈ സൈൻ ബോർഡുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടും. ഇപ്പൊ അത് റേഡിയോളജി, റേഡിയേഷന്റെ ഹൈലി റേഡിയേഷൻ ഏരിയ ആണ് എന്നൊക്കെയുള്ളൊരു അവയർനെസ് കിട്ടും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്കൊക്കെ ആളുകൾ പെട്ടെന്ന് ഓടിച്ചെല്ലാതിരിക്കാനൊക്കെ ഒരു സംരക്ഷിക്കാൻ പറ്റും ആളുകളെയൊക്കെ.
ഇത് മൂന്നും നിങ്ങൾ ശരിക്കും നോക്കാം. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. ഇത് മൂന്നും ക്ലിയർ ആയോ നോക്കിയേ. ഓക്കെ അല്ലേ? ഓക്കെ, അത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്. എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. വർക്കേഴ്സിന് ഉണ്ടാവും, അല്ലെങ്കിൽ പേഷ്യന്റിന് ഉണ്ടാവും, പബ്ലിക്കിന് ഉണ്ടാവും, നൺ ഓഫ് ദ എബോവ്ന്നോ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്കേഴ്സിന്റെ ആ സ്റ്റാഫ്, അവിടെ റേഡിയോളജി റൂമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചിട്ട് കൊണ്ടുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ റേഡിയോളജിയിൽ അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യുന്നവര് ആ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ, റേഡിയേഷനിൽ നിന്ന് പേഷ്യന്റിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പബ്ലിക് റേഡിയേഷൻ എന്ന് വെച്ചാൽ പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ്, നടപടികളാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്? ഈ പ്രൊട്ടക്ഷന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എത്തത് ഫോർ പേഷ്യന്റ് ആണ്. അത് വെട്ടിക്കിട്ട് പേഷ്യന്റ് എന്നാക്കുക കേട്ടോ. ഫസ്റ്റ് ഫോർ പേഷ്യന്റ്, പബ്ലിക് എന്നുള്ളത് വെട്ടുക, എന്നിട്ട് അവിടെ പേഷ്യന്റ് എന്നാക്കുക. ഫോർ പേഷ്യന്റ്. അപ്പൊ പേഷ്യൻസിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഓക്കെ, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. എക്സ്റേ ആണെങ്കിലും CT കമ്പ്യൂട്ടർ ടോമോഗ്രഫി CT ഡോസുകളും ഒക്കെ എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് അളവിൽ നൽകുക. അത് പബ്ലിക്, അത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ റേഡിയേഷൻസ് ഒക്കെ എക്സ്റേ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ പറയുന്നവര് ആ കറക്റ്റ് ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമും കാര്യങ്ങളും ഒക്കെ ഡോസ് കറക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് അളവിൽ കൊടുക്കുക. ഡോസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പേഷ്യൻസിന് ദോഷമല്ലേ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് അളവില് കറക്റ്റ് ഡോസിൽ നൽകുക. ഒപ്റ്റിമൈസേഷൻ ഓഫ് എ എക്സ്റേ ഓർ CT ഡോസ്. ഇനി സെക്കൻഡ് പോയിന്റ്, ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്. പേഷ്യന്റിന്റെ ഭാഗം എന്ത് ചെയ്യുക, ഷീൽഡ് ചെയ്യുക, മറയ്ക്കുക. ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്, പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കുക. ഷീൽഡ് ചെയ്യുക വെച്ചാൽ മറയ്ക്കുക, കവചം വെക്കുക. ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്. നെക്സ്റ്റ് തേർഡ് നോക്കിയേ, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പീരിയോഡിക് കാലിബ്രേഷൻ, ഇടയ്ക്കിടയ്ക്ക് ഈ മെഷീൻസുകൾ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. അതുപോലെ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഫോർത്ത് പോയിന്റില് റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ചെലവഴിക്കുന്ന സമയം, ആ ടൈം എന്ത് ചെയ്യുക, കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ചെലവഴിക്കുന്ന ആ ടൈം കുറയ്ക്കുക. ഒരുപാട് നേരം വെറുതെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ അധിക നേരം അവിടെ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ അവിടെ റേഡിയേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് കൂടുതൽ നമ്മൾ ആവുമ്പോഴൊക്കെ നമുക്ക് റേഡിയേഷൻസ് ചെറിയ തോതിലൊക്കെ ആണെങ്കിലും ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അവിടെ ഇരിക്കുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. ഇത് 4 പോയിന്റ്സ് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, നടപടികളാണ്. ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, റെഡ്യൂസ്
the time spent near the X-ray source. Okay. ഇനി നെക്സ്റ്റ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? ഫോർ സ്റ്റാഫ്, adequate distance between mission and control panel is 3 meter. അത് പ്രീവിയസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ adequate distance between mission and control panel is dash. എത്രയാ? 3 mt, 3 മീറ്റർ ആണ് ഡിസ്റ്റൻസ് മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള ഒരു പര്യാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ യോജിച്ചിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 mt ആണ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. adequate distance between mission and control panel is 3 mt. നെക്സ്റ്റ് ലീഡ്, സെക്കൻഡ് പോയിന്റ് ആണ് ലീഡ് അപ്രോൺ. ലീഡ് അപ്രോൺ എന്ന് വെച്ചാൽ ഉപരിവസ്ത്രം. നമ്മൾ സാധാരണ നോർമൽ ഡ്രസ് അല്ല, അതിന്റെ മുകളിൽ ഒരു ഓവർകോട്ട് പോലെ ഉപരിവസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. സ്കാനിങ് ഒക്കെ ചെയ്യാൻ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവര് അവരുടെ ഡ്രസ്സിന് കൂടാതെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വേറൊരു ഡ്രസ്സ് എക്സ്ട്രാ അതിന്റെ മുകളിലായിട്ട് ഒരു കോട്ട് പോലെ ഡ്രസ്സൊക്കെ ഇട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ലീഡ് അപ്രോൺ ഉപരിവസ്ത്രം, ഗ്ലൗസ്, കൈകളിലെ ഗ്ലൗസ് ധരിക്കാം. ആൻഡ് ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണടകൾ ധരിക്കാം. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ നമ്മള് എന്താ ഡയഗ്നോസ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയാ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴും അവരെ കിടത്തുമ്പോഴൊക്കെ എന്താ ഈ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈ ഡപ്രോൺ ഓവർകോട്ടുകൾ ധരിക്കാം, അല്ലെങ്കിൽ ഗ്ലൗസുകൾ, കണ്ണടകളൊക്കെ ധരിക്കാം ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്. നെക്സ്റ്റ് ആണ് തേർഡ് പോയിന്റ്, യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്. പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ ഉപയോഗിക്കാം. അതായത് ഇവിടെ തന്നിട്ട് TLD ബ്രാക്കറ്റില് തെർമോ ലൂമിസെന്റ് ഡോസിമീറ്റർ. TLD തെർമോ ലൂമിനിസെന്റ് ഡോസിമീറ്റർ. അതെന്ന് വെച്ചാൽ പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസ് ആണ്. എന്താ ഡോസിമീറ്റർ എന്ന് ചോദിച്ചാൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. അപ്പൊ എത്രമാത്രം റേഡിയേഷൻസ് ഉണ്ടായി ഒരു പീരീഡില്, അതിന്റെയൊക്കെ റേഡിയേഷൻ എക്സ്പോഷർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷേഴ്സ് എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. റേഡിയേഷൻസ് ഒക്കെ റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. ഡോസിമീറ്റർ പോലുള്ള പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ യൂസ് ചെയ്യാം സ്റ്റാഫിന്. നെക്സ്റ്റ് മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്. എല്ലാ മാസവും മോണിറ്റർ ചെയ്യുക, റേഡിയേഷൻ എക്സ്പോഷർ മോണിറ്റർ ചെയ്യുക. മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പോഷറുകൾ മോണിറ്റർ ചെയ്യുക. ഫോർ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള adequate ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. പിന്നെ സ്റ്റാഫുകൾക്ക് ഓവർകോട്ട് പോലെയുള്ള ഉപരിവസ്ത്രം ധരിക്കാം, ഗ്ലൗസുകള്, ഗോഗിൾസ്, കണ്ണടകളൊക്കെ ധരിക്കാം. ആ പേഷ്യൻസിനെ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാഫിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ധരിക്കാം. പിന്നെ യൂസ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ, ഡോസിമീറ്റർ പോലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കാം. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡോസിമീറ്റർ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ, റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. പിന്നെ എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പോഷർ മോണിറ്റർ ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫോർ പബ്ലിക് ആണ്. പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? At a distance from general traffic. ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. At a distance from general traffic. അതെന്ന് വെച്ചാൽ എല്ലാവരും പോകുന്ന ഒരു വലിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആവരുത്.
അല്ലെങ്കിൽ എന്താ പറയാ നമ്മളൊരു പൊതു വഴിയിലൊക്കെ കൊണ്ടുപോകുന്നൊക്കെ അങ്ങനെയൊക്കെ വെക്കരുത്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ആളുകൾ ഒരുപാട് പാസ് ചെയ്യുന്നതാണ് അതിൽ കൂടെയൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരം കീപ്പ് ചെയ്യണം. റേഡിയേഷൻസ് ഒക്കെ അതിൽ കൂടെ ആ ഒരു സമീപത്തെ റേഡിയേഷൻസിന്റെ ഒക്കെ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ആളുകൾക്ക് അതിൽ നിന്നുള്ള ചെറിയ കാര്യങ്ങൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. യൂസ് വാർണിംഗ് ബോർഡ്. പിന്നെ അടുത്തത് പബ്ലിക്കിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. യൂസ് വാർണിംഗ് ബോർഡ്. വാർണിംഗ് ബോർഡുകൾ വെക്കാം. ഇതിപ്പോ റേഡിയേഷൻ ഏരിയ, റേഡിയോളജി എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് അവിടെ വാർണിംഗ് ബോർഡുകൾ വെക്കാം. അല്ലെങ്കിൽ ഡേഞ്ചർ, കോഷൻ പോലെ നമുക്കൊരു വാർണിംഗ് ബോർഡുകൾ വെക്കാം. Use warning board. Next, yellow glow signs for radiation area. പിന്നെ അടുത്ത യെല്ലോ ഗ്ലോ സൈൻസ്, തിളങ്ങുന്ന സൈനുകൾ, മഞ്ഞ നിറത്തിലുള്ള യെല്ലോ സൈനുകൾ വെക്കാം ഫോർ റേഡിയേഷൻ ഏരിയയിൽ. അവിടെ താഴെ അതാണ് നിങ്ങൾക്ക് ആ പടം കാണിച്ചേക്കുന്നത്, കണ്ടോ? കോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഹൈ റേഡിയേഷൻ ഏരിയ. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് അത് കണ്ടിട്ട് ഒരു ആളുകൾക്ക് അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പൊ അത് റേഡിയേഷൻ ഏരിയ ആണ്, ഹൈ റേഡിയേഷൻ ഏരിയ ആണെന്നൊക്കെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അപ്പൊ ആളുകൾക്കൊക്കെ അത് കണ്ട് അവർക്ക് എന്താ പറയാ ആ ഒരു ഇതിൽ നിന്നൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് ഇച്ചിരി മാറിപ്പോകാനും അവർക്കൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കോഷൻ ബോർഡുകൾ. ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ് ആർ ക്ലിയർലി സീൻ and lit when the X-ray machine behind the leader door is discharging radiation to prevent unidirectional entry into the room without wearing radiation protection. ഇത്ര ലെങ്തിയാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും റേഡിയോളജി റൂമിന്റെ ഫ്രണ്ടില് ആ ഡോറിന്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ്, ഒരു റെഡ് ലൈറ്റ് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലൊക്കെ? റേഡിയോളജി റൂമിന്റെ മുകളിലായിട്ട്, ഡോറിന്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് തെളിയുന്നത് കാണാം. ലൈറ്റ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ്. ലിറ്റ് എന്ന് വെച്ചാൽ പ്രകാശിക്കുക. വെൻ ദ എക്സ്റേ മെഷീൻ ബിഹൈൻഡ് ദ ലീഡർ ഡോർ ഈസ് ഡിസ്ചാർജിങ് റേഡിയേഷൻ. അപ്പൊ അവിടെ റേഡിയേഷൻസ് നടക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ലൈറ്റ് തെളിയും. ഡോറിന്റെ മുകളിലുള്ള ലൈറ്റ് തെളിയും, റെഡ് ലൈറ്റ് അവിടെ തെളിയും. അപ്പൊ നമ്മൾ പുറത്ത് നിന്ന് ആൾക്കാർ എന്ത് മനസ്സിലാക്കണം, അവിടെ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്കാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ടു പ്രിവെന്റ്, എന്തിനു വേണ്ടിയിട്ടാ? യൂണി ഇന്റൻഷണൽ എൻട്രി ഇൻ ടു ദ റൂം വിത്തൗട്ട് ബിയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒന്നും ധരിക്കാതെ ആ റൂമിലേക്കുള്ള പ്രവേശനം അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈറ്റുകൾ വെച്ചേക്കുന്നത്. യൂണി ഇന്റൻഷൻ എന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ലാത്ത, അപ്പൊ നമ്മള് മനഃപൂർവ്വം അല്ലാതെ പെട്ടെന്നുള്ള എൻട്രി, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ ഉള്ള പെട്ടെന്നുള്ള എൻട്രി ഒക്കെ അവിടെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പൊ പുറത്തു നിന്ന ആളുകൾക്ക് ആ ലൈറ്റ് അവിടെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ റേഡിയേഷൻ നടക്കുകയാണ്, അതേ സ്കാനിങ് ഒക്കെ ചെയ്യാണ്, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നുള്ളത്, ആ സ്കാനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് അവിടെ കത്തിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കും. അപ്പോ എന്താ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ പെട്ടെന്ന് അകത്തേക്ക് കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. കണ്ടിട്ടില്ലേ? അങ്ങനെ ലൈറ്റ് തെളിയുന്നത് കണ്ടിട്ടില്ലേ? യെസ്, ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. യെസ്, വേറെ ആരും കണ്ടിട്ടില്ല? ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. മറ്റേ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്, യൂസ് വാർണിംഗ് ബോർഡ്, യെല്ലോ ഗ്ലോ സൈൻ ഫോർ റേഡിയേഷൻ ഏരിയ, ആൻഡ് ദെൻ ലൈറ്റ്, വാർണിംഗ് ലൈറ്റ്സുകൾ ആർ ക്ലിയർലി സീൻ and lit when the X-ray machine behind the leader door is discharging radiation to prevent unidirectional entry into the room without wearing radiation protection. Radiation protection ധരിക്കാതെ അതിന്റെ അകത്തേക്ക് ആ റൂമിലേക്ക് മനഃപൂർവ്വം അല്ലാത്ത ആ കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, മൂന്നൊന്ന് വേഗം നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്ക്
മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പബ്ലിക് റേഡിയേഷൻ, ഫസ്റ്റ് പേഷ്യന്റ് ആണ് കേട്ടോ, അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെയാ ചെയ്യാം, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഫോർ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക. റംസിയ ഫസ്റ്റ് തന്നെ മെസ്സേജ് അയച്ചു. ഓക്കെ, വെരി ഗുഡ്. റംസിയ ഇത്ര ബാക്കിലേക്ക് നിൽക്കുന്നതായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വെരി ഗുഡ് റംസിയ. ഫോളോ ചെയ്ത് പോരുന്നില്ല എല്ലാവരും? ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചാപ്റ്റർ കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോ ഒന്നുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ചും കൂടി എടുക്കാം, ഫുള്ള് തീർക്കാൻ പറ്റിയില്ലെങ്കിലും. ഓക്കെ, എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ല നിങ്ങൾക്ക്? ഓക്കെ, ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് എന്താ, ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ്? Enlarging and consenting all radiology department policies and course of action for the radiology department. Radiology departmentന്റെ എല്ലാ പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെ നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, എൻലാർജിങ് ആൻഡ് കൺസെപ്റ്റിംഗ് ഓൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പോളിസീസ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുക എന്ന് വെച്ചാൽ അംഗീകരിക്കുകയും ചെയ്യുക. അതിനകത്ത് കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. First point, appointment system for what patient should be so planned that inpatients need not have to wait excessively. അത് നോക്കിയേ, നമ്മളെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ടേ, എക്സ്റേ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതെല്ലാം നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഒരു നമ്പർ തരും നമുക്ക്, നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആ നമ്പറിന്റെ ഓർഡർ അനുസരിച്ചായിരിക്കും അവിടെ നമ്മൾ ആ റൂമിലേക്ക് കയറ്റുന്നതും റേഡിയേഷൻസ് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമ്മള് പ്ലാൻഡ് ആയിരിക്കണം. ഫോർ വാർഡ് പേഷ്യൻസ്, വാർഡ് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നല്ല പ്ലാൻഡ് ആയിരിക്കണം. വാർഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നതാണ്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, ഇൻപേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് അധിക സമയം വന്ന് ഇപ്പൊ പെട്ടെന്ന് അവർക്ക് എന്താ ഡയഗ്നോസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവിടെ അഡ്മിറ്റഡ് ആണ് അവരുടെ പേഷ്യൻസ്. അപ്പൊ അവര് വീണ്ടും ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിടെ വന്ന് കുറെ നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അപ്പൊ അങ്ങനെ അവരെ അധികം നേരം വെയിറ്റ് ചെയ്യാത്ത രീതിയിൽ അവിടുത്തെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യണം, ഒന്ന് പ്ലാൻഡ് ആക്കണം, അറേഞ്ച് ചെയ്യണം അതനുസരിച്ചിട്ട്. അപ്പൊ അവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന് കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക, അവരെ അധിക നേരം ഇരുത്തി കഷ്ടപ്പെടുത്തിക്കാതെ. പുറത്തുനിന്ന് വന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാനൊക്കെ എല്ലാവരും ഇത് തന്നെ, പക്ഷെങ്കിലും അവിടെ അഡ്മിറ്റ് ആവുന്നവര് കുറച്ചും കൂടി ഇതായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കാവുന്ന രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെ പ്ലാൻ ചെയ്യണം. അവര് അധികം നേരം ഇരുത്തരുത്, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യൻസ് ഷുഡ് ബി സോ പ്ലാൻഡ് ദാറ്റ് ഇൻപേഷ്യൻസ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. അവരെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം. പിന്നെ അടുത്തത് സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് പിന്തുടരണം. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിംഗ് അതനുസരിച്ച് ഫോളോ ചെയ്യണം. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ഫോളോ ചെയ്യണം.
പിന്നെ അടുത്ത നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അധികം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. എന്താ നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അവോയ്ഡ് ചെയ്യുക വെച്ചാൽ ഒഴിവാക്കുക എന്നുള്ളത്, ഒഴിവാക്കുക. അധികമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, വെയിറ്റിംഗ് ടൈം ഒഴിവാക്കണം. ഒരുപാട് സമയമൊക്കെ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യിക്കാതെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. നമ്മള് ഇപ്പൊ ബുക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിലും അവർ ഇന്ന ടൈം പറയും, ഇത്ര സമയത്ത് വന്നാൽ മതി എന്ന് പറയും. ആ നമ്പർ അനുസരിച്ച് നമ്മൾ വിളിക്കുന്നതിന്റെ നമ്പർ അനുസരിച്ചിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ അധികം നേരം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. പിന്നെ അടുത്ത പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിന്റനൻസ് നടത്തണം. പ്രോപ്പർ ആയിട്ട് മെഷീൻസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പൊ മെഷീൻസിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിയാവില്ല. അപ്പൊ എക്യുപ്മെന്റ്സുകളും മെഷീൻസുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മെയിന്റനൻസ് ചെയ്യണം. പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. Next, അഞ്ചാമത്തെ പോയിന്റ്, the radiology department must maintain an effective working relationship with the medical staff, the administration, and other hospital department and services. Radiology department നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആരുമായിട്ട്? മെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേഷൻ, മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസുകൾ, ഇവരെയൊക്കെ ആയിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരും വരുന്നുണ്ട് അല്ലെ, സ്കാനിങ് എക്സ്റേ ചെയ്യാനും ഒക്കെ ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്തായാലും വേണം. The radiology department must maintain an effective working relationship with the medical staff, the administration, and the other hospital department and services. 5 പോയിന്റ് മതി, ഇത്രയും മതി കേട്ടോ. ഓക്കെ, ഒന്ന് ആദ്യം മുതൽ ഒന്നുകൂടി ഞാൻ വായിപ്പിക്കാം. അഞ്ച് പോയിന്റ് ആണ് നമ്മൾ അതിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് നോക്കാം. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനി കുറച്ച് പോയിന്റ്സ് ഉള്ളു, അത് വേഗത്തിൽ ഇരുന്നാണ്. നമ്മൾ ഇന്ന് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം നമ്മള് ഇതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നല്ലോ. റെഗുലേറ്ററി ബോർഡ് മുതലല്ലേ നമ്മൾ ഇന്ന് തുടങ്ങിയത്. റെഗുലേറ്ററി ബോർഡ് AERB എക്സ്പാൻഡഡ് ഫോം എന്താ? ഹർഷ, AERB എക്സ്പാൻഡഡ് ഫോം എന്താ? ഹർഷ, ഹലോ ഹർഷ കേൾക്കുന്നില്ലേ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ബോഡി എന്നാണോ എന്താണോ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ നോക്കി നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അതാണ് AERB. അപ്പൊ അതിനകത്ത് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് അടുത്ത് നോക്കിയത്. ആരെങ്കിലും ഒന്ന് വായിക്കോ? ശിഖ ഒന്ന് വായിക്കാമോ? പോയിന്റ്സുകൾ വേഗം ഒന്ന്. പോയിന്റ്സ് വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ശരിക്കും അറിയാവുന്ന രീതിയിലൊന്ന്. Okay, ma'am. Okay. Radiology rooms are scheduled that people cannot come 1 meter of its outside walls. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം ആ റൂംസ്. പിന്നെ the windows are avoided to lessen the penetration of radiation in the nearby area. വിൻഡോസ് മാക്സിമം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. All walls and doors to be painted washable paints of good quality. അതായത് ഡോർസും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ്സ് ആയിരിക്കണം ഉപയോഗിച്ചിരിക്കേണ്ടത്, വാഷബിൾ ആയിട്ടുള്ളത്.
വാഷബിൾ പെയിന്റ്സ്, ഗുഡ് ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സ് ഉപയോഗിച്ചിട്ട് വാൾസും ഡോർസും ഒക്കെ പെയിന്റ് ചെയ്യണം. നെക്സ്റ്റ്, As per BARC, Baba Atomic Research Centers, Mumbai, the walls of the radiography rooms should be 9 inches thick concrete walls or 14 inches thick masonry മേസണറി walls. വാൾസ് എന്നുള്ളത് വേണ്ട കേട്ടോ. തിക്ക് മേസണറി വാൾസ് അത്ര മതി. മുംബൈയിലെ ആ വാൾസ് 9 inches thick concrete walls 14 inches thick walls ആയിരിക്കണം. ആയിരിക്കും. ഓക്കെ, കീപ് മിനിമം ഫർണിച്ചേഴ്സ് കുറവായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ്, അതായത് എയർ പാസേജ് പ്രൊവൈഡ് ചെയ്യും. ജനൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പാസേജ് കടക്കുന്ന വായു സഞ്ചാര മാർഗങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ സോ ദാറ്റ് ദർ ഇസ് ഇനഫ് മൂവിംഗ് സ്പേസ്, അതായത് റൂമിന്റെ കോർണറിലായിരിക്കണം ഈ മെഷീൻസ് വെക്കേണ്ടത്. അത് മൂവബിൾ ആക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മൂവബിൾ ആക്കാൻ. there is enough moving space. അപ്പൊ നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള നടക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു കോർണറിൽ ഒതുക്കി വെക്കണം എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. The floor should be able to support a load of heavy machines, particularly if the lab is built on the top floors. അതായത് വലിയ വലിയ മെഷീൻസ് എല്ലാം വെക്കുന്നുണ്ട്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്ലോർസ് ആയിരിക്കണം ആ റൂംസ് ഉണ്ടായിരിക്കേണ്ടത്. പ്രത്യേകിച്ച് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മൾ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞത്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്ഷൻ, ആ റേഡിയേഷനിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളിൽ നിന്ന് ആളുകളുടെ അതിൽ നിന്നുണ്ടാകുന്ന പരിക്കുകളിൽ നിന്നൊക്കെ ആളുകളുടെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് IAEA അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. ആരാണ്? റംസിയ. എന്താ എക്സ്പാൻഡഡ് ഫോം? IAEA. Okay, miss. The expanded form എന്ന് പറഞ്ഞേ IAEA. expanded form എന്താ? International Atomic Energy Agency. Atomic Energy Agency. നോട്ട് നോക്കിയേ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, IAEA. ഏതെങ്കിലും ഒരു എക്സ്പാൻഡഡ് ഫോം എക്സാമിന് ചോറാട്ടോ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചോദിക്കാതിരിക്കില്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് IAEA. ഇതിനകത്ത് നമ്മൾ 3 തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞു. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ആർക്കടെ പ്രൊട്ടക്ഷൻ ഓഫ് workers. Okay, very good. Medical radiation protection of patients. Then public radiation protection of public, individual members of the public and of the population in general. അത് മൂന്നൊന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കുന്നത്? മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ ഫോർ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റും? ഓക്കെ, പ്രിജീന. ഹർഷ ഉണ്ടോ? ഹർഷ പി ആണ് ആദ്യം പറഞ്ഞത്. വേറൊരു ഹർഷേനെ ഇവിടെ കാണണ്ടല്ലോ. ഹർഷ പബ്ലിക് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? Optimization of X-ray or CT dose. X-ray or CT dose. X-ray അല്ലെങ്കിൽ CT dose കറക്റ്റ് അളവിൽ നൽകുക. പിന്നെ shielding of patient parts. പേഷ്യന്റിന്റെ ഭാഗം ഷീൽഡ് ചെയ്യുക, കവചം മറയ്ക്കുക. പിന്നെ Periodic calibration of machines. and quality And quality control. ഓക്കെ, മെഷീൻസുകളും അതിന്റെ ക്വാളിറ്റി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ Reduce the time spent in our
near the X-ray source. Spent near the X-ray source. X-ray sourceന്റെ അടുത്ത് ഇരിക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക. ഒരുപാട് നേരം അവിടേക്ക് ഇരിക്കാതെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ടൈം കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ. ഫോർ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? distance between machine and control panel. Aggregate distance between machine and control panel. പിന്നെ ലീഡ് അപ്പോൺ ഗ്ലോസ് ആൻഡ് ലീഡ് അപ്രോൺ ഉപരിവസ്ത്രം, മേൽവസ്ത്രം എന്നൊക്കെ പറയാം. ലീഡ് അപ്പോൺ ഗ്ലോസ് ആൻഡ് ഗോകുൽ During the time of positioning the patient. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ആ പേഷ്യൻസിനെ അവിടെ പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാഫുകൾക്ക് ഉപരിവസ്ത്രം ധരിക്കാം, ഗ്ലൗസുകൾ, ഗോഗിൾസ് ഒക്കെ ധരിക്കാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അഞ്ജു നെൽസൺ. അഞ്ജു ഉണ്ടോ? നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ? അഞ്ജു. അനശ്വരി ഉണ്ടോ? അഞ്ജു ഉണ്ടോ? ഓക്കെ. സ്റ്റാഫിന്റെ അല്ലേ മാഡം? യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസ്, dosimeter, instruments that measures exposure to ionizing radiation over a given period. ഡോസിമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ സ്റ്റാഫുകൾക്ക് ഉപയോഗിക്കാം. അതാണ് ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഡോസിമീറ്റർ എന്താ? ഇതിനു വേണ്ടിയിട്ട് റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയുള്ള ഡിവൈസുകൾ ഉപയോഗിക്കാം. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ? മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പോഷർ നിരീക്ഷിക്കുക. ഓക്കെ, ഇനി അടുത്ത പബ്ലിക്കിന്റെ പറഞ്ഞേ. ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരം വേണമെന്ന് പറഞ്ഞു. വാർണിംഗ് ബോർഡ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. നെക്സ്റ്റ് യെല്ലോ ഗ്ലോ സൈൻസ്, റേഡിയേഷൻ ഏരിയയില് യെല്ലോ ഗ്ലോ സൈൻസ് തിളങ്ങുന്ന രീതിയിലുള്ള സൈൻ ബോർഡുകൾ, നമുക്ക് ആളുകളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള മഞ്ഞ തിളങ്ങുന്ന ബോർഡുകൾ റേഡിയേഷൻ ഏരിയയിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ലാസ്റ്റ് പോയിന്റ് ആ ലൈറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ റേഡിയേഷൻ ഒക്കെ നടക്കുമ്പോൾ, സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഡോറിന്റെ പുറത്ത് ആ ലൈറ്റ് തെളിക്കാം. അപ്പൊ ആ ലൈറ്റ് തെളിക്കുമ്പോൾ പുറമേ നിന്നുള്ളവർക്ക് അവിടെ സ്കാനിങ് നടക്കുവാണ്, അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത്, കയറാൻ പറ്റില്ല എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അത് ശരിക്കും ആ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ ആളുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈറ്റുകൾ അവിടെ തെളിക്കുന്നത്. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേഷനിലെ 5 പോയിന്റ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? വാർഡ് പേഷ്യൻസിന് പ്രിഫറൻസ് കൊടുക്കണം. അവരെ അധിക സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിങ് അതനുസരിച്ച് ഫോളോ ചെയ്യണം. പിന്നെ അധികം സമയം വെയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിന്റനൻസ് നടത്തണം. പിന്നെ അടുത്തത് 5ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവര് നല്ലൊരു മെഡിക്കൽ സ്റ്റാഫും അഡ്മിനിസ്ട്രേഷൻ മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസുകളും ഒക്കെ ആയിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 5 പോയിന്റ് പറഞ്ഞത്. ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലാസ് വൈകിട്ട് ചെയ്തോട്ടെ. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. Okay, thank you.